പാലിയൂർ മാസ്ലിഹായിലൂടെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു വേറിട്ട വ്യക്തിയെയാണ്. മാർ തോമാസ്ലിഹായുടെ പാത പിൻചെന്ന് പാലിയിലെത്തിച്ചേർന്നിരിക്കുന്ന ഈ വ്യക്തി ഒരു വേറിട്ട രീതിയിലൂടെയാണ് ഈ മാർത്തോമാ പാത കടന്നു വന്നിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂരിൽ മഞ്ഞനിക്കര പ്രദേശത്ത് ജീവിക്കുന്ന ജെറിൻ എം ജോൺ എന്ന വ്യക്തിയെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അരപ്പള്ളിയായ തിരുവിതാംകൂറിൽ നിന്ന് സൈക്കിളിലൂടെ സഞ്ചരിച്ച് പാലയൂർ സെൻറ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഇന്ന് ഈ യാത്ര സമാപിക്കുന്നു. നമുക്ക് ഈ യാത്രയുടെ വിശദാംശങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളുമൊക്കെ നമുക്ക് നേരിട്ട് ജെറിനോട് ചോദിച്ചറിയാം. ജെറിൻ, എന്തുകൊണ്ടാണ് ഈ സൈക്കിളിലൂടെ ഈ മാർ തോമാസ്ലിഹ സഞ്ചരിച്ച ഈ ഏഴരപ്പള്ളികൾ സന്ദർശിക്കണം അല്ലെങ്കിൽ പോകണം എന്ന് തോന്നാനുണ്ടായ കാരണം എന്താണ്? ആക്ച്വലി ഇത് കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ്. അതായത് ഏഴരപ്പള്ളികൾ ഫുള്ള് സന്ദർശിക്കണം എന്നുള്ളത്. കാരണം നമ്മൾ നമ്മൾ നാട്ടിൽ താമസിക്കുകയാണ്. പക്ഷേ നമ്മൾ തൊട്ടടുത്തുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മിസ്സാവും. അത് എപ്പോഴും പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ വിസിറ്റ് ചെയ്യാനൊക്കെ നോക്കും. പക്ഷേ തൊട്ടടുത്തുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴേലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചായിരിക്കും നമ്മൾ മിസ് ചെയ്യും. അപ്പോൾ കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ് ഇത് ചെയ്യണമെന്ന്. പിന്നെ സൈക്കിൾ കുറേ ആളുണ്ട്, ഒരു 3 വർഷം ഇങ്ങനെ ഓടിക്കുന്നുണ്ട്. അത്ര പ്രൊഫഷണലായിട്ടല്ല, നോർമലി ഓടിക്കും, അത്രേ ഉള്ളൂ. അപ്പം ആക്ച്വലി ലാസ്റ്റ് നോയമ്പ്, അതായത് 2023 വലിയ നോയമ്പ് എനിക്ക് നല്ലതായിരുന്നു. എനിക്ക് പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഒരു മനസ്സിന് സന്തോഷം കിട്ടുന്ന രീതിയിലാണ് ഞാൻ ആചരിച്ചെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം ആ സമയത്ത് ഞാൻ വിചാരിച്ചു അപ്പം നമുക്ക് ഈ ഏഴരപ്പള്ളിയും സന്ദർശിക്കണം, ആ സമയത്ത് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പം വിചാരിച്ചു ചുമ്മാ ഒരു കാറിൽ AC ഇട്ട് പോകുന്നതിൽ ഒരു കാര്യമില്ല. കാരണം നമ്മുടെ ഒരു എഫേർട്ട് അതിനകത്ത് വരുന്നില്ല. ഇപ്പം ഞാനിപ്പം എൻ്റെ വീട് പത്തനംതിട്ട ഓമല്ലൂർ മഞ്ഞനിക്കര എന്ന പ്രദേശത്താണ്. അപ്പം അവിടെ ഞാൻ ജാക്കോബൈറ്റ്സിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട്, മഞ്ഞനിക്കര പള്ളി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരിയിലാണ് അവിടുത്തെ പെരുന്നാൾ. അവിടെ നിന്ന് പറഞ്ഞാൽ കുറേ ദൂരെ നിന്ന്, അതായത് ഈ കോതമംഗലം അങ്കമാലി സൈഡിൽ നിന്നൊക്കെ ആൾക്കാർ നടന്നാണ് വരിക. അതായത് 3-4 ദിവസം നടന്ന് ഫുള്ള് അവർ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട്. അതുപോലെ നമ്മുടെ അടുത്തും പരിമല പള്ളി എന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ നടന്നു പോകും. അപ്പോൾ അതിൻ്റെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റത്തില്ല. അപ്പോൾ ആ രീതിയിൽ എനിക്ക് പറ്റൂല. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏഴരപ്പള്ളി സന്ദർശിക്കുമ്പോൾ ചുമ്മാ പോയിട്ട് കാര്യമില്ല. നമ്മുടെ ഒരു എഫേർട്ട്, നമ്മുടെ ഒരു സ്ട്രെയിൻ അകത്ത് വരണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ അങ്ങനെ ഈ ഇങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിൽ കിടന്നുകൊണ്ട് പെട്ടെന്ന് എന്നാൽ പിന്നെ എന്തുകൊണ്ട് എനിക്ക് സൈക്കിളിൽ പോയിക്കൂടാ. പക്ഷേ സൈക്കിൾ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ അതിന് മുമ്പ് ഇത്രയും ദൂരം ഒന്നും ചവിട്ടിയിട്ടില്ല. ആ കൂടെ മാക്സിമം ഒരു 50 കിലോമീറ്ററൊക്കെ ആ റേഞ്ച്, അതും 1-2 പ്രാവശ്യം എന്തോ ചവിട്ടിയിട്ടേ ഉള്ളൂ. അപ്പം ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പൊന്നുമില്ല. പക്ഷേ ഞാൻ വിചാരിച്ചു ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ വലിയ നോയമ്പ് ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ആ സമയത്ത് എനിക്ക് വർക്ക് ലോഡ്, അങ്ങനെ പേഴ്സണലി കാര്യങ്ങൾ, അങ്ങനെ അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ആ സമയത്ത് നടത്താൻ പറ്റിയില്ല. അപ്പം പ്രാവശ്യം 25 നോയമ്പ് വന്നപ്പം ആ സമയത്ത് ചെയ്യാമെന്നുള്ളൊരു ആ ഡിസംബർ ആകുമ്പോൾ ഞാൻ ഒരു IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിസംബർ ടൈമിൽ ഞാൻ കുറച്ച് ലീവ് എടുക്കാനും എളുപ്പമായിരിക്കും. അപ്പം വിചാരിച്ചു അങ്ങനെയാണ് ഈ മനസ്സിൽ ഈ ഐഡിയ വരുന്നതും ഡിസംബറിൽ ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതും. ജെറിയുടെ ഈ യാത്രയിൽ മറക്കാനാവാത്ത അനുഭവങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് തോന്നിയ കാര്യങ്ങൾ എന്താണ്? എൻ്റെ ഒരു പേഴ്സണലി ഒരു സ്പെഷ്യൽ എന്ന് തോന്നുകയാണെങ്കിൽ പറയാനാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഞാൻ ഒരു ഭയങ്കര പ്രൊഫഷണൽ റൈഡറൊന്നുമല്ല. എനിക്ക് അത്രയും ലോങ് ആയിട്ടൊന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. മാക്സിമം ഞാൻ പറഞ്ഞാലും 50 കിലോമീറ്റേഴ്സ് എന്തോ പോയിട്ടുള്ളൂ. അതും ഭയങ്കര ടയർഡായിരുന്നു അന്ന്. അപ്പോൾ എനിക്ക് ഇത്രയും ദൂരം 600 കിലോമീറ്റർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് ആ ഡിസംബറിൽ ക്രിസ്മസ് മുമ്പ് തിരുവിതാംകൂട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പം ആദ്യം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ ഒരു 10 കിലോമീറ്റർ ആവുന്നതിന് മുമ്പ് തന്നെ, കാരണം എനിക്ക് കാലിന് മുട്ടിനൊക്കെ ഒരു ചെറിയ ജോയിൻ്റ് ഒരു പെയിൻ പോലെ തോന്നി. കാരണം ഞാനത് റീസെൻ്റ്ലി ഞാനൊരു ഈ വർക്ക് ലോഡ് കാരണം ഞാൻ കുറച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് ഓഫീസൊക്കെ പോകുന്നതുകൊണ്ട് എനിക്ക് അത്ര റെഗുലറായിട്ട് ഞാൻ ചവിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ആഫ്റ്റർ ബ്രേക്ക് ഞാൻ ഡയറക്റ്റ്ലി ഇത് വെച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക ചെയ്തത്. അപ്പം എനിക്ക് പെയിൻ തുടങ്ങി, എനിക്ക് ചവിട്ടുമ്പോൾ നല്ലതായിട്ട് എനിക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കർത്താവ് എങ്ങനെയും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണേ, ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു. ഞാനൊന്ന് മാർ തോമാസ്ലിഹയുടെ നാമത്തിൽ ഒരു റിലേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്യുന്ന തോമാസ്ലിഹയെ പ്രാർത്ഥിക്കണേ,
ഉള്ളിൽ ഇങ്ങനെ ഞാൻ ഭയങ്കര ഒരു ഭക്തനൊന്നും അല്ല, ഭയങ്കര റിലീജിയസായിട്ട് ജീവിക്കുന്ന ഒരാളും അല്ല. ഓക്കെ, പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, അതൊക്കെ ഉള്ളൂ. പക്ഷേ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണേ. അത് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് സെറ്റ് മാറി. ഓക്കെ, അതുപോലെ 2-3 പ്രാവശ്യം ഇങ്ങനെ, 3 മേ ബി അതിൽ കൂടുതൽ ഓരോ പ്രാവശ്യം പെയിൻ വരും. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ കൈ വെച്ചിട്ട് പ്രാർത്ഥിക്കാം. എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞ പോലെ ദാറ്റ്സ് എ സ്പെഷ്യൽ, എന്താ പറയുക. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിനകത്ത് ഞാൻ ഇത്ര ട്രാവലിൽ എത്തി താങ്ക്സ് ടു ഗോഡ്. അല്ലാതെ എൻ്റെ ഒരു കപ്പാസിറ്റീനേക്കാളും ഉപരിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് സംഭവം ഗോഡ് മെയ്ഡ് മീ ടു ഡു ദിസ്, അത്ര എനിക്ക് പറയാം, ഒരു പേഴ്സണലി എനിക്കൊരു ഫീൽ ഉള്ളത്. പിന്നെ സ്പെഷ്യൽ ഒരു എന്താ ഈ യാത്രയിൽ മൊത്തത്തിലുള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തിരുവിതാംകൂടാണ്. അവിടെ വേറൊരു അറ്റ്മോസ്ഫിയറാണ്. കാരണം നമ്മൾ കേരളത്തിലല്ലല്ലോ, പുറത്ത് തമിഴ്നാടാണ്, വേറൊരു രീതിയിലാണ്. അതിൻ്റെ നടുക്ക് ഒരു സ്ഥലം ഇരിക്കുന്നു. ഓക്കെ, അതായത് ചുറ്റും വേറൊരു കൾച്ചർ, വേറൊരു രീതിയിലുള്ള സ്ഥലം. അതിൻ്റെ അകത്ത് ഈ പള്ളിക്ക് ഒരു സംതിങ് സ്പെഷ്യൽ ഫീൽ ചെയ്യും. അവിടെ കുറച്ചുകൂടെ ഒരു പഴമയൊക്കെ തോന്നുന്ന രീതിയിലാണ് അവർ ആ ബിൽഡിംഗ് ഒക്കെ. അത് കാരണം അത് ചെറിയ പള്ളിയാണ്. ബാക്കിയുള്ളടത്ത് കുറച്ചുകൂടെ വലിയ പള്ളികളാണ്, കുറച്ചുകൂടെ പുതിയ രീതിയിലാണ് ഇരിക്കുന്നത്. മറ്റേ കുറച്ചുകൂടെ പഴയ രീതിയിലായിരിക്കുന്നത്. അതൊരു സംതിങ് സ്പെഷ്യൽ എന്ന് തോന്നി. പിന്നെ കൊല്ലത്ത് പോകുമ്പോഴാണെങ്കിൽ എന്താ പറയുക, ഒരു കടലിൻ്റെ തൊട്ട് കീഴിലാണ്. പക്ഷേ കുറച്ചുകൂടെ ഒരു മോഡേൺ രീതിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ നിലത്താണെങ്കിൽ അവിടെ കുറേ കാര്യങ്ങൾ അവർ എന്താ പറയുക, ഈ പഴയ മർത്തോമാ കുറച്ച് ഹിസ്റ്ററി റിലേറ്റഡ് കുറേ സാധനങ്ങൾ ഒരു മ്യൂസിയം പോലെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിരുന്നു. പിന്നെ നിലയ്ക്കലെ അനുഭവം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം അത് കാടിനകത്താണ്, എനിക്കറിയാവുന്ന പോലെ കാടിനകത്താണ്. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയാണ്. ഞാൻ ഭയങ്കര ധൈര്യശാലിയൊന്നുമല്ല. അപ്പോൾ കാടിനകത്ത് പോകുന്നത് കുറച്ചുള്ളിലൊക്കെ പോകുമ്പോൾ എന്താ പറയുക, അത്ര റിസ്ക്കി ആയിരുന്നു. പിന്നെ കുറച്ച് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് തിരിച്ച് പോകുന്ന വഴിക്കും അത് കുറച്ച് കാടുണ്ട്. അത് ഞാൻ നിലയ്ക്കൽ നിന്ന് എന്താ പറയുക, ശബരിമല റൂട്ടിൽ അവിടെ അപ്പുറത്തൊരു റൂട്ടിലോട്ടാണ് ചാടേണ്ടത്. അപ്പം എനിക്ക് പോകാൻ പേടിയായിട്ട് ഞാൻ അവിടെ ആൾക്കാരോടൊക്കെ ചോദിച്ചു, ഇതുവരെ കുഴപ്പം വല്ലതും ഉണ്ടോ ചേട്ടാ, ആനയൊക്കെ ഇറങ്ങും. അവർ ഒരു കുഴപ്പമില്ല, ഇഷ്ടം പോലെ വണ്ടി വരും, പോയിക്കോളാൻ പറഞ്ഞു. പോയതേ ഓർമ്മയുള്ളൂ. പക്ഷേ അത് ശബരിമല അടച്ച സമയമായിരുന്നു. അപ്പോൾ ശബരിമലക്കാരുടെ വണ്ടിയൊന്നും അധികം വരുന്നില്ല. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു ആനപ്പിണ്ണം കിടപ്പുണ്ട്. അപ്പോൾ ഇച്ചിരി പേടി, അത് ഇച്ചിരി ഉണങ്ങിയതായിരുന്നു. കുറച്ചുകൂടെ ചെന്നപ്പോൾ ഇച്ചിരൂടെ എത്ര റോ ആയിട്ടുള്ളത് കിടക്കുന്നുണ്ട്. അപ്പം കുറച്ച് പേടിയായി. അപ്പം ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു വണ്ടി എൻ്റെ സൈഡിൽ കൂടെ, ഫോറസ്റ്റുകാരുടെ വണ്ടി, ഞാൻ അതിന് കയറിയാണ്. എൻ്റെ ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ വണ്ടിയൊന്നും എൻ്റെ സൈഡിൽ കൂടെ വന്നില്ല. പിന്നെ ഞാനിങ്ങനെ തിരിച്ച് ചവിട്ടി ഇങ്ങനെ പുറത്തെത്തി. പിന്നെ വന്നത് കോട്ടക്കാവ്, കൊക്കമംഗലം. പിന്നെ അതൊരു ഭയങ്കര സീനിക് പ്ലേസാണ്. ആലപ്പുഴ സൈഡിൽ ഭയങ്കര കായലിൻ്റെ സൈഡിൽ ഭയങ്കര എന്താ പറയുക, ഒരു സ്പെഷ്യൽ നല്ല രസമാണ്. ലൈക്ക് മോർ ദാൻ റിലീജിയസ്, അത് കുറച്ചൊരു സീനിക് പ്ലേസാണ്. നല്ലതായിരുന്നു. ആ ട്രാവൽ നല്ലതായിരുന്നു. പിന്നെ ലാസ്റ്റ് 3 ഇന്നാണ് ഞാൻ കവർ ചെയ്തത്. ഇവിടെ വടക്കൻ പരവൂറുള്ള കോട്ടക്കാവാന്ന് തോന്നുന്നു അതിൻ്റെ പേര്. ഓക്കെ, മറ്റേത് കൊക്കമംഗലം, ആലപ്പുഴയുള്ള കോക്കമംഗലം, ഇത് കോട്ടക്കാവ്. പിന്നെ അഴീക്കോട്, കൊടുങ്ങല്ലൂർ നല്ല രസമാണ് കാണാൻ. അത് പക്ഷേ ഒരു എന്താ പറയുക, കുറച്ച് കുഞ്ഞു പള്ളിയാണെന്ന് തോന്നുന്നു. പിന്നെ ലാസ്റ്റ് ഇവിടുത്തെയാണ്. പിന്നെ ഒരു കാര്യം ഇവിടെ സ്പെഷ്യലായിട്ട്, ഇവിടെ കുറേ എനിക്കൊരു വിഷമമുള്ളത്, കുറേ സ്ഥലങ്ങളിൽ ഒരു ഇമ്പോർട്ടൻസ് അവർ കീപ്പ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഒരു ഇമ്പോർട്ടൻസ് ആൾക്കാർക്ക് പള്ളി അവിടെ ഉണ്ടെന്നുണ്ടതേ ഉള്ളൂ. പക്ഷേ ബോർഡുണ്ട് എല്ലായിടത്തും. ആൾക്കാർക്ക് അത്രയും അതിൻ്റെ ഇമ്പോർട്ടൻസ് അവർ കീപ്പ് ചെയ്യുന്നു, ലൈക്ക് ആ രീതിയിൽ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളൊരു വിഷമം മാത്രമേ ഉണ്ട്. ഇവിടെയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ആൾക്കാർ വരുന്ന ഒരു പിൽഗ്രിം സെൻ്ററായിട്ട് ഫീൽ ചെയ്യുന്നു. ജെറി, പാലയൂരിൽ വന്നിട്ട് എന്താണ് താങ്കൾക്ക് തോന്നിയ അനുഭവം? ഞാൻ എല്ലാ സ്ഥലത്തും പോയി. അവിടെ എല്ലായിടത്തും ബോർഡുണ്ട്, മർത്തോമാ ശ്ലീഹ സ്ഥാപിച്ചത് AD 52 സ്ഥാപിച്ചതെന്ന ബോർഡുണ്ട്. പക്ഷേ ഒരു പിൽഗ്രിം സെൻറ്റർ അല്ലെങ്കിൽ ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന രീതിയിൽ അങ്ങനെ ഒരു ഫീല് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു ഇടവപ്പള്ളി അങ്ങനെ അങ്ങ് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടെ ഓക്കെ, ഇവിടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ മതപരമായിട്ടും ലൈക്ക് ക്രിസ്ത്യാനിറ്റി റിലേറ്റഡ് ഹിസ്റ്റോറിക്കലായിട്ടും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, തോമസ് ലീഹ അവിടെ ക്രിസ്ത്യാനിറ്റി സ്ഥാപിച്ചു.
അവൻ ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ കുറച്ചുകൂടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ വരുമ്പോഴും എന്താണ് തളിക്കുളം കാണുമ്പോഴാണെങ്കിലും ബോട്ടുകുളം കാണുമ്പോഴാണെങ്കിലും ഓക്കെ, അതൊരു കുറച്ചുകൂടെ റെലവൻസോടെ അല്ലെങ്കിൽ റെലവൻ്റായിട്ട് കാണിക്കുന്ന രീതിയിൽ നമുക്ക് ഇമ്പോർട്ടൻസ് ഫീൽ ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, പിന്നെ ആക്ച്വലി പള്ളിക്കകത്ത് നമ്മൾ പഴയ പള്ളിയുടെ ആ ഒരു എന്താ പറയുക, പഴയ അടിസ്ഥാനം കാണിക്കുന്നതും ഓക്കെ, അപ്പോൾ അതിനൊരു എന്തോ എനിക്കൊരു സ്പെഷ്യലായിട്ട് തോന്നി. ആ പഴയ ആ ഒരു ഫീലൊക്കെ കിട്ടുന്ന രീതിയിൽ അതൊരു നല്ല ഇതായിട്ട് എനിക്ക് തോന്നി. ഒരു ലൈക്ക് സംതിങ് യു ഫീൽ. മാർ തോമാസ് ലീഹ സഞ്ചരിച്ച പാതയിലൂടെ വേറിട്ട രീതിയിൽ ഈ പാലയൂരിൽ വന്നു ചേർന്ന് മാർ തോമാസ് ലീഹയുടെ അനുഗ്രഹം തേടിയ ജെറിനെ എല്ലാ അനുഗ്രഹങ്ങളും തോമാസ് ലീഹയിൽ നിന്ന് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ജെറിയുമായിട്ടുള്ള ഈ സംഭാഷണം അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.